എമ്പുരാനിൽ പ്രതികരിച്ച് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. അസഹിഷ്ണുതയുടെ പര്യായമായി ചിലർ മാറി. പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്താമെന്ന് കരുതേണ്ട. കേരളത്തിൽ ഇത് നടക്കില്ല എന്നും പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. എമ്പുരാൻ സാങ്കല്പിക കഥയെന്ന് പറയുമ്പോഴും RSS എന്തിന് വിരളി പിടിക്കുന്നുവെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ചോദിച്ചു. മതനിരപേക്ഷ രാഷ്ട്രീയത്തിനെ ആവിഷ്കരിക്കാനാണ് എമ്പുരാൻ ശ്രമിച്ചതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ശരിയും തെറ്റും സമൂഹമാണ് തിരിച്ചറിയേണ്ടതെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. അസഹിഷ്ണുതയുടെ പര്യായമായി ജനാധിപത്യ വിരുദ്ധ സമീപനം സ്വീകരിക്കുന്നവരായി ചിലർ മാറുകയാണ്. എന്ത് വെട്ടിമാറ്റിയാലും ചരിത്രത്തിലെ വസ്തുതകളെ വെട്ടിമാറ്റാനാകില്ല. പൃഥ്വിരാജിനെ ആരെങ്കിലും ഒറ്റപ്പെടുത്താൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഒരു തരത്തിലും കേരളത്തിൽ നടക്കാൻ വേണ്ടി പോകുന്നില്ല. അത് സെൻസർ ചെയ്യാൻ വേണ്ടി പറ്റിയേക്കാം, പക്ഷെ ചരിത്രത്തെ മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് സെൻസർ ചെയ്യാനോ വെട്ടാനോ പറ്റില്ല. ഇതൊരു സാങ്കല്പിക കഥയാണെന്നും കഥാപാത്രങ്ങളെല്ലാം സാങ്കല്പികമാണെന്നും പറഞ്ഞിട്ടുള്ള ഒരു സിനിമയാണ്. എന്തുകൊണ്ടാണ് ആ സിനിമയെ ഇത്രയേറെ ആക്രമിക്കുന്നത്? തങ്ങളുടെ കുറ്റബോധം, തങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ പ്രവർത്തനങ്ങൾ തിരിച്ചറിഞ്ഞുള്ളൊരു സിനിമയായി മാറിയോ എന്നത് സാങ്കല്പികമാണെന്ന് അവർ പറഞ്ഞാലും ഇത് യാഥാർത്ഥ്യമാണെന്ന് അവർ സ്വയം തിരിച്ചറിഞ്ഞ് അവരുടെ കുറ്റം തിരിച്ചറിഞ്ഞതിലുള്ള ആമർഷം. മതനിരപേക്ഷ രാജ്യത്തിൻ്റെ ആവശ്യകതയെ ഫലപ്രദമായിട്ട് അവതരിപ്പിച്ച സിനിമയുടെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നിയത്. സമാധാനം നമുക്കെല്ലാം വേണം എന്നൊരാശയം നമ്മളിലെല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സമൂഹത്തോട് പറയാനുള്ള കാര്യം പറഞ്ഞിരിക്കുകയാണ് ഒരു സിനിമയിലൂടെ. അതിൽ ശരിയുണ്ടാവും, തെറ്റുണ്ടാവും. ആ ശരിയും തെറ്റും സമൂഹമാണ് തിരിച്ചറിയേണ്ടത്.